ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റായ ബിയോണ്ട് ഫിയർ എന്ന പാഠമാണ്. ഫിയർ എന്നാൽ എന്താണ്? ഭയം. ബിയോണ്ട് എന്നാൽ അപ്പുറം. ഭയത്തിനും അപ്പുറം എന്നാണ് നമ്മുടെ പുതിയ ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് പേജിൽ തന്നിരിക്കുന്ന ഒരു പിക്ചറാണിത്. ഇതിലെന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും? ഒരു മഴ പെയ്യുന്ന ഒരു ദിവസമാണല്ലേ അത്. അവിടെ ധാരാളം ആളുകൾ കുട പിടിച്ച് നടക്കുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? റോഡിൽ ഒരു മരം കടപുഴകി വീണിരിക്കുന്നു. അതിനെ മാറ്റിയിടുന്നത് ആരാണ്? ഒരു ചെറിയ ബോയ് ആണല്ലേ. മറ്റുള്ളവരതെല്ലാം നോക്കി നിൽക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി പിക്ചർ ഓഫ് എ ടൗൺ ഡ്യൂറിങ് റെയിൻ. ഇതൊരു മഴ പെയ്യുന്ന ദിവസത്തെ ടൗണിൻ്റെ ചിത്രമാണ്. എ ബോയ് ട്രൈസ് ടു പുഷ് അപ്പ് ദ ട്രീ വിച്ച് ഈസ് അപ്രൂട്ടഡ് അക്രോസ് ദി റോഡ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരാൺകുട്ടി കടപുഴകി വീണ് കിടക്കുന്ന ആ മരത്തെ മാറ്റിയിടാൻ ശ്രമിക്കുന്നു. മുതിർന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത്? ആ കുട്ടി ചെയ്യുന്നത് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലേ. അവന് സഹായിക്കുന്നുണ്ടോ? ഇല്ല. മറ്റാരും സഹായിക്കാനില്ലാഞ്ഞിട്ടും ആ കുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് ആ കുട്ടിയുടെ ധൈര്യം കൊണ്ടാണല്ലേ. ആ കുട്ടിയുടെ നല്ല മനസ്സുകൊണ്ടാണ്. ഹീ ഈസ് എ കറേജ് ബോയ്. അവനെന്താണ്? നല്ല ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണ്. താഴെ തന്നിരിക്കുന്ന വരികൾ നോക്കൂ. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. ഒരാൾ അയാളുടെ ശക്തി കൊണ്ടല്ല റിയൽ ഹീറോ ആകുന്നത്. പിന്നെ എങ്ങനെയാണ്? മറ്റുള്ളവരെ നയിക്കാനും മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനുമുള്ള അയാളുടെ കഴിവ് കാരണമാണ് ഒരാൾ ട്രൂ ഹീറോ ആകുന്നത്. ഇതാരാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധി. അപ്പോൾ ഈ വരികളുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നോക്കാം. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കൂ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഇതിൽ നമുക്ക് പരിചയമുള്ള രണ്ട് വ്യക്തികളുണ്ട് അല്ലേ. ആരാണ്? ഒന്ന് മഹാത്മാഗാന്ധിയും മറ്റൊന്ന് മദർ തെരേസയും. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയത്നിച്ച മഹാനായ ഒരു വ്യക്തിയാണ്. മദർ തെരേസയോ പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാളാണല്ലേ. മറ്റൊരു ചിത്രത്തിൽ നോക്കൂ. വൃദ്ധനായ ഒരാളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ചു വരുന്ന ഒരു ആളെ കാണാം അല്ലേ. താഴെയുള്ള ചിത്രത്തിലോ ഒരു ഫാർമറെ കാണാം. നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി എപ്പോഴും കഷ്ടപ്പെടുന്ന ഒരാളാണ് കർഷകൻ. അതുപോലെ ഒരു കുട്ടിയെ രക്ഷിച്ചു വരുന്ന ഒരു ആളിനെയും നമുക്ക് കാണാം അല്ലേ. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ രണ്ട് കുട്ടികൾ ഇരുന്ന് കളിക്കുന്നത് കാണാം. നമ്മുടെ പേരൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എപ്പോഴും ഇൻസ്പയർ ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവരൊക്കെ ആരാണ് ശരിക്കും? ഇവരൊക്കെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനും സഹായിക്കാനുമുള്ള കഴിവുള്ളതിനാൽ ഇവർ ശരിക്കുമുള്ള ഹീറോസാണ്. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ. വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? എന്തുകൊണ്ടാണ് അവരെ എപ്പോഴും ഹീറോസായി നമ്മൾ ഓർക്കുന്നത്? ദെയർ എബിലിറ്റി ടു ലവ് അതേഴ്സ് ആൻഡ് ദെയർ കറേജ് മേക്ക് ദം ഹീറോസ്. എന്തുകൊണ്ടായിരിക്കും? അവരുടെ ധൈര്യവും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള അവരുടെ കഴിവും കൊണ്ടാണ് നമ്മൾ എപ്പോഴും അവരെ ഹീറോ ആയിട്ട് കണക്കാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? എന്തു സ്പെഷ്യൽ ക്വാളിറ്റീസാണ് അവരെ ഹീറോസ് ആക്കുന്നത്? ബിക്കോസ് ദേ ആർ ആൾവേസ് റിമെമ്പർഡ് ഫോർ ദം വില്ലിങ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്. കാരണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവരുടെ മനസ്സിൻ്റെ ക്വാളിറ്റീനെയാണ് എപ്പോഴും നമ്മൾ അവരെ സ്പെഷ്യൽ ഹീറോസായിട്ട് കണക്കാക്കുന്നത്. നമുക്കിനി ചാപ്റ്ററിലേക്ക് പോകാം. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ലിറ്റിൽ ഹാൻഡ്സ് എന്നാൽ എന്താണ്? ചെറിയ കൈകൾ. ബിഗ് കറേജ് എന്ന് വെച്ചാൽ വലിയ ധൈര്യം. ചെറിയ കൈകളും വലിയ ധൈര്യവും. ഫൺ ടൈം. ദില്ല ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് were playing in the backyard of their house. ദിൽനയും അവളുടെ കുഞ്ഞനിയനും കൂടി വീടിൻ്റെ പുറകുവശത്ത് കളിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. ദില്ല ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെഡ്. ദില്ല സ്കൈയിലേക്ക് നോക്കി, ആകാശത്തിലേക്ക് നോക്കി പറഞ്ഞു, ഐസക്, വി ഷുഡ് ഗോ ഇൻസൈഡ്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. ഐസക്, നമുക്ക് ഉള്ളിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മഴ വരുന്നു എന്ന്. യെസ്, ലെറ്റ്സ് ഗോ. ഐസക് നോഡഡ് എ ലിറ്റിൽ വറിഡ്. അതെ, നമുക്ക് പോകാം.
ഐസക് നോഡഡ്. നോഡഡ് എന്ന് വെച്ചാൽ തലയാട്ടി. വറീഡ് എന്ന് വെച്ചാൽ വിഷമം. അതെ, അവന് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും അവൻ ശരിയാണ്, നമുക്ക് ഉള്ളിലേക്ക് പോകാമെന്നും പറഞ്ഞ് തലയാട്ടി. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റൺ ഇൻ ടു ദി ഹൗസ്. രണ്ടുപേരും പെട്ടെന്ന് തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി. ദേ വെൻ സ്ട്രൈറ്റ് ടു ദി കിച്ചൺ ആൻഡ് സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദി ടേബിൾ. അവരെന്താണ്, നേരെ അടുക്കളേക്കാണ് ഓടിപ്പോയത്. എന്നിട്ട് ഒരു പ്ലേറ്റ് കുക്കീസും എടുത്തിട്ട് ടേബിളിൻ്റെ അടുത്ത് വന്ന് നിന്നു. കുക്കീസ്, ഐസക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. ഐസക്കിന് എന്താണ്, കുക്കീസ് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അവൻ വേഗം അതിൽ നിന്നും ഒരു കുക്കി എടുത്ത് കയ്യിൽ പിടിച്ചു. ഗ്രാബ്ഡ് എന്നാൽ പിടിച്ചെടുക്കുക. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽനയും ഒരു കുക്കി എടുത്ത് പിടിച്ചു. മോം, ഇറ്റ്സ് റൈനിങ്, ഐസക് ഷൗട്ടഡ്. ഐസക് എന്താണ്, ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, മഴയാണ്. ദർ വാസ് നോ റീപ്ലൈ. അപ്പം എന്താണ്, അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും കേട്ടില്ല. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. വേർ വേർ ദി ചിൽഡ്രൻ പ്ലേയിങ്. എവിടെയാണ് ആ കുട്ടികൾ കളിച്ചിരുന്നത്? എവിടെയാണ് അവർ കളിച്ചിരുന്നത്? അവരുടെ വീടിൻ്റെ പുറകുവശത്ത് അല്ലേ, ബാക്ക് യാർഡിലാണ് അവർ കളിച്ചിരുന്നത്. ദി ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദി റെയിൻ? നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ? ഒട്ടുമിക്ക കുട്ടികൾക്കും മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണല്ലേ? എന്താ പറയുക? യെസ്, ഐ ലൈക്ക് പ്ലേയിങ് ഇൻ ദി റെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദർ വാസ് നോ റീപ്ലൈ ഫ്രം മദർ. വാട്ട് മേ ബി ദ റീസൺ? അവരുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈയും കിട്ടിയില്ല. എന്തായിരിക്കും കാരണം? എന്താ കാരണമെന്ന് നമുക്കറിയില്ല അല്ലേ? നമുക്ക് നോക്കാം എന്തായിരിക്കും കാരണമെന്ന്. ടിയേഴ്സ് ഓഫ് ഫിയർ. ടിയേഴ്സ് എന്ന് വെച്ചാൽ കണ്ണുനീർ. ഫിയർ എന്ന് വെച്ചാൽ ഭയം. ഭയത്തിൽ നിന്നുമുള്ള കണ്ണുനീർ. ഇവിടെ എന്താണ്, ദിൽനയുടെയും ഐസക്കിൻ്റെയും അമ്മ തറയിൽ വീണ് കിടക്കുകയാണല്ലേ. അവരെന്താണ് ചെയ്യുന്നത് നോക്കാം. ദെൻ ദേ റൺ ടു ദി ലിവിങ് റൂം. അവർ ലിവിങ് റൂമിലേക്ക് ഓടിപ്പോയി. എന്തും കൊണ്ട്? അമ്മയുടെ റിപ്ലൈ ഒന്നും കിട്ടാതായപ്പോൾ അല്ലേ. മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. മദർ എന്താ ചെയ്ത്? നിലത്ത് വീണ് കിടക്കുന്നു. ലൈയിങ് എന്ന് വെച്ചാൽ കിടക്കുന്നു. മോം, ദിൽന കാൾഡ് ലൗഡ്ലി. ദിൽന എന്താണ്, ഉറക്കി അമ്മയെ എന്ന് വിളിച്ചു. ഷീ ഡിഡൻ ആൻസർ. പക്ഷെ എന്താണ്, അമ്മ ആൻസർ ചെയ്തില്ല. വൈ ഈസ് മോം ലൈയിങ് ഓൺ ദി ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഐസക് എന്താണ്, ചേച്ചിയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് നിലത്ത് കിടക്കുന്നത്? അമ്മ ഉറങ്ങുകയാണോ? മോം, വേക്കപ്പ്, ഹി ക്രൈഡ്. അമ്മ നീക്കാതായപ്പോൾ എന്താണ്, ഐസക്കിന് സങ്കടം വന്നു. അവൻ അമ്മയെ നീക്കൂ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഡോണ്ട് വെറി ഐസക്, ഷീ വിൽ ബി ഓക്കെ, ദിൽന സെഡ്, ട്രൈങ് ടു കൺസോൾ ഹിം. ദിൽന എന്താ പറഞ്ഞത്? കൺസോൾ എന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കുക. ദിൽന ഐസക്കിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ വറീഡ് ആകണ്ട, അമ്മയ്ക്ക് ഓക്കെയാണ്. ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെൻ്റ്ലി. ദിൽന അമ്മയുടെ അടുത്തേക്ക് വേഗത്തിൽ ഓടിപ്പോയിട്ട് സൗമ്യമായി, ജെൻ്റ്ലി എന്ന് വെച്ചാൽ സൗമ്യമായി, ഷൂക്ക് എന്ന് വെച്ചാൽ കുലുക്കുക. എന്താണ്, സൗമ്യമായി അമ്മേനെ ഒന്ന് കുലുക്കി നോക്കി. മോം, പ്ലീസ് വേക്കപ്പ്, ദിൽന ബെഗ്ഡ്, ബട്ട് ഷീ ഡിഡിൻ മൂവ്. ബെഗ്ഡ് എന്ന് വെച്ചാൽ യാചിക്കുക. ദിൽന യാചിച്ചും കൊണ്ട് പറഞ്ഞു, അമ്മേ, ദയവ് ചെയ്ത് എഴുന്നേൽക്കൂ. ദിൽന ട്രൈഡ് അഗെയിൻ, ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ, ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻ റെസ്പോണ്ട്. ദിൽന എന്താണ്, വീണ്ടും ശ്രമിച്ചും കൊണ്ടേയിരുന്നു. അവളുടെ അമ്മേനെ ഒന്നും കൂടി അവൾ ഹാർഡായിട്ട് കുലുക്കി നോക്കി. പക്ഷെ എന്താണ്, അമ്മയുടെ ഭാഗത്തുനിന്ന് റെസ്പോണ്ട് ഒന്നും ഉണ്ടായില്ല. ഐസക്സ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഐസക്കിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ നോക്കൂ. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദി മദർ? അവരുടെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അല്ലേ. ഒരു പക്ഷേ തലകറങ്ങി വീണതായിരിക്കാം. വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്കപ്പ് ഹെർ മദർ? അവളുടെ അമ്മ എഴുന്നേൽക്കാൻ വേണ്ടി ദിൽന എന്താണ് ചെയ്തത്? അമ്മേനെ സൗമ്യമായി ഒന്ന് കുലുക്കി നോക്കിയില്ലേ. ഷീ ഷൂക്ക് ഹെർ ജെൻ്റ്ലി. വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്? അടുത്തത് ദിൽനയും ഐസക്കും കൂടി എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവരുടെ അമ്മ എഴുന്നേൽക്കാൻ വേണ്ടി എന്താ ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്കറിയില്ല അല്ലേ. അടുത്ത പാർട്ടിൽ നോക്കാം. ദി കറേജ്. കറേജ് എന്ന് വെച്ചാൽ ധൈര്യം.
ദിൽന വാസ് ഓൺലി 8 years old. ദിൽനയ്ക്ക് എന്താണ്, വെറും 8 വയസ്സ് മാത്രമാണ് പ്രായം. ബട്ട് ആസ് ഹി ദി എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷെ എന്താണ്, അവളുടെ താഴെ ഒരു ചെറിയൊരു അനിയനും കൂടിയുണ്ട്. അത് കാരണം അവൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടെ അവൾ പേടിച്ചിരുന്നാൽ അവളുടെ അനിയനും കൂടി പേടിക്കില്ലേ? അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ദിൽന അവിടെ ധൈര്യമായി നിന്നേ പറ്റൂ. ഷീ ഫെൽറ്റ് സ്കേർഡ് ബട്ട് ഷീ നോ ഷീ ഹാഡ് ടു സ്റ്റേ കാം. അവൾക്ക് ചെറുതായൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അവൾ അവിടെ ശാന്തമായി നിന്നേ പറ്റുള്ളൂ. ഷീ ലുക്ക്ഡ് എവ്രി വൺ. അവൾ എല്ലായിടത്തും നോക്കി. സഡൻലി ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. പെട്ടെന്ന് അവൾ അവളുടെ മുത്തശ്ശിയോട് ഒപ്പം കളിക്കുന്ന ഒരു ഗെയിമിനെ കുറിച്ച് ഓർത്തു. ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കാൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. എന്താണ് അവളുടെ മുത്തശ്ശി എന്താ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ 101 എന്ന നമ്പറിലേക്ക് വിളിക്കണം. വാട്ട്സ് യുവർ നെയിം? വേർ ഡു യു ലിവ്? ദിൽന റിയലൈസ്ഡ് ദിസ് വാസൻറ്റ് ഗെയിം എനിമോർ. ഷീ നോ വാട്ട് ഷീ ഹാഡ് ടു ഡു. അപ്പോൾ എന്താണ്, അവരെന്ത് ഗെയിമാണ് കളിച്ചിരുന്നത്? 101 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട് കോൾ ചെയ്ത് വിളിക്കുന്ന കളിയാണ് അവർ കളിച്ചിരുന്നത്. ഈ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ എന്താണ് പേര്, എവിടെയാണ് താമസിക്കുന്നത് എന്നെല്ലാം ആദ്യം അവർ ചോദിക്കും. ഇതൊക്കെ വെറും ഗെയിം മാത്രമല്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണെന്ന് അവൾ ഇപ്പോൾ ഓർത്തു. എന്തിനാണ് അവളുടെ മുത്തശ്ശി ഇതെല്ലാം ചെയ്തത് എന്ന് ഇപ്പോൾ അവൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ചിത്രത്തിൽ നോക്കൂ, ദിൽന ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലേ. മുത്തശ്ശിയും ദിൽനയും കൂടി എന്താണ് എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് ഗെയിം കളിക്കുന്നത് അവളിങ്ങനെ റിയലൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ നോക്കൂ, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. വൈ ഡിഡ് ദിൽന സ്റ്റേ കാം? എന്തുകൊണ്ടായിരിക്കും ദിൽന അവിടെ ശാന്തമായി നിന്നത്? കാരണം എന്താണ്, ദിൽനയുടെ അനിയൻ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. ഇവിടെ ദിൽന പേടിച്ചാൽ ഐസക്കും പേടിക്കും. വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ? ദിൽന അവളുടെ മുത്തശ്ശിയുമായി എന്ത് ഗെയിമാണ് കളിച്ചിരുന്നത്? 101 എന്ന എമർജൻസി നമ്പറിലേക്ക് വിളിച്ചിട്ട് കളിക്കുന്ന ഗെയിമാണല്ലേ കളിച്ചിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? അടുത്തത് ദിൽന എന്തായിരിക്കും ചെയ്യുക എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? മിക്കവാറും അവൾ 101 എന്ന ആ എമർജൻസി നമ്പറിലേക്ക് വിളിക്കാനാണ് സാധ്യത. എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ദി കാൾ ഫോർ ഹെൽപ്പ്, സഹായത്തിനായുള്ള വിളി. ഷീ റൺ ഇൻ ടു ദി ഫോൺ ആൻഡ് ഡയൽ 101, ദി ഹെൽപ്പ് ലൈൻ നമ്പർ. എന്താണ്, ദിൽന വേഗം ഫോണിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് 101 എന്ന നമ്പറിലേക്ക് വിളിച്ചു. 101 എന്ന നമ്പർ എന്താണ്? ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അതായത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആപത്തൊക്കെ വന്നു വെച്ചാൽ നമുക്ക് വീട്ടിൽ വേറെ ആരും നമ്മളതിനെ സഹായിക്കുക ഇല്ലെങ്കിൽ എന്താ ചെയ്യുക, വേഗം 101 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കണം. ഹെർ ഹാൻഡ്സ് വേർ ഷേക്കിംഗ്. അവളുടെ കൈകൾ പേടിച്ച് വിറയ്ക്കുന്നുണ്ടായിരുന്നു. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദി ലൈൻ. മറുവശത്ത് നിന്ന് എന്താണ്, ഒരു സ്ത്രീയുടെ ശബ്ദം വന്നു. 101 വാട്ട്സ് യുവർ എമർജൻസി? 101ലേക്ക് സ്വാഗതം. എന്താണ് നിങ്ങളുടെ എമർജൻസി? എന്താണ് നിങ്ങളുടെ അത്യാവശ്യം? ദിൽന ടുക്ക് എ ഡീപ്പ് ബ്രെത്ത്. ആ ശബ്ദം കേട്ടതും ദിൽന എന്താണ്, ഉള്ളിലേക്ക് ശ്വാസം നീട്ടി വലിച്ചു. ഹലോ, മൈ നെയിം ഈസ് ദിൽന. ഹലോ, എൻ്റെ പേര് ദിൽന എന്നാണ്. മൈ മം ഈസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദി ഫ്ലോർ. എൻ്റെ അമ്മ നിലത്ത് വീണ് കിടക്കുന്നു. ബട്ട് ഐ കാൺട്ട് വൈക്ക് അപ്പ് ഹെർ അപ്പ്. പക്ഷേ എനിക്ക് അവരെ ഉണർത്താൻ കഴിയുന്നില്ല. ദി ലേഡി ആസ്ക്ഡ്, വെർ ഈസ് യുവർ ഫാദർ? അപ്പോൾ എന്താണ് ആ സ്ത്രീ ചോദിച്ചത്? നിൻ്റെ അച്ഛൻ എവിടെയാണ്? ദിൽന റിപ്ലൈഡ്, ഹീ ഈസ് വർക്കിംഗ് അബ്രോഡ്. അപ്പോൾ ദിൽനയുടെ അച്ഛൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അബ്രോഡിലാണ്. അവൾ പറഞ്ഞു, എൻ്റെ അച്ഛൻ അബ്രോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്? ദി ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. അപ്പോൾ എന്താണ് ആ ലേഡി പറഞ്ഞത്?
ഓക്കെ ദില്ല, നീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്ക് നിൻ്റെ അഡ്രസ്സ് ഒന്ന് തരുമോ? ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. എങ്കിലും അവർ സംസാരിക്കുന്നത് എന്താണ്, ഒരു കുട്ടിയോടാണ് എന്ന ബോധ്യം ഈ ലേഡിക്കുണ്ട്. അതുകൊണ്ട് എന്താണ്, വളരെ പതിഞ്ഞ സ്വരത്തിലാണ് ചോദിച്ച് മനസ്സിലാക്കിയത്. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ആൻഡ് ടോട്ട് ഹെർ. ദിൽന എന്താണ് ഓർത്തത്? അവളുടെ മുത്തശ്ശി അവൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ അവൾ വ്യക്തമായി ഓർത്തെടുത്തു. ഐ ലിവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദി ലേഡി സെഡ്. ദിൽന എന്താണ്, അവളുടെ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവൾ ഓർത്തെടുത്ത് പറഞ്ഞു അല്ലേ. എന്താണ്, അവളുടെ വീടിൻ്റെ അഡ്രസ്സ്. ഈ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തപ്പോൾ എന്താണ് ലേഡി പറഞ്ഞത്? ഓക്കെ, താങ്ക് യു. സ്റ്റേ ഓൺ ദി ഫോൺ വിത്ത് മീ അണ്ടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ, ദിൽന എഗ്രീഡ്. അപ്പോൾ ആ ലേഡി എന്താ പറഞ്ഞത്? ഞങ്ങളുടെ ഇവിടെ നിന്നും ഫയർമാൻ അവിടെ എത്തുന്നത് വരെ നീ ആ ഫോണിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അപ്പോൾ ഇവർക്ക് എന്താ ജോലി? ഫയർമാൻ ആണല്ലേ. ദിൽന 101 എന്ന നമ്പറിലേക്ക് വിളിച്ചത് ഫയർ സ്റ്റേഷനിലേക്കാണ്. റിലീഫ് എന്ന് വെച്ചാൽ ആശ്വാസം. ദിൽന ഹിയർഡ് ദ സൈറൺ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ. സൂൺ ദർ വാസ് എ നോക്ക് അറ്റ് ദി ഡോർ. അപ്പോൾ എന്താണ്, ദിൽന ആ ഫയർ എൻജിൻ അവളുടെ അടുത്തേക്ക് വരുന്നത് കേട്ടു. പെട്ടെന്ന് അവർ ഡോറിൽ വന്ന് മുട്ടി വിളിച്ചു. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ്, ദിൽന, ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദി ഡോർ നൗ, ദ ഫയർമാൻ ആർ ദർ. അപ്പോൾ എന്താണ്, ആ ലേഡി നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, അവർ എത്തുന്നത് വരെ നീ ഈ ഫോണ് വയ്ക്കരുത്. അവരെത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് ആ ലേഡി പറഞ്ഞത്? നീ സേഫായിട്ട് ആ വാതിൽ തുറന്നോളൂ, അത് ഫയർമാനാണ്, അവരവിടെ എത്തിയിട്ടുണ്ട്. ഷി റൺ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. ദിൽന വേഗത്തിൽ ഓടിപ്പോയി ആ ഡോറ് തുറന്നു. 2 ഫയർമാൻ റഷ്ഡ് ഇറ്റ്. എന്താണ്, 2 ഫയർമാൻ വേഗത്തിൽ പാഞ്ഞു വന്നു. ദിൽന ലെഡ് ദം ടു ദി ലിവിങ് റൂം. ദിൽന അവരേനെ, ലെഡ് എന്ന് പറഞ്ഞാൽ നയിക്കുക, അവരേനെ ലിവിങ് റൂമിലേക്ക് നയിച്ചു കൊണ്ടുപോയി. ഹെർ മോം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദി ഫ്ലോർ. അവളുടെ അമ്മ അപ്പോഴും നിലത്ത് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ പിക്ചറിൽ നമുക്ക് കാണാമല്ലേ, ദിൽനയുടെ അമ്മയ്ക്ക് എന്താണ്, ബോധം തെളിഞ്ഞിട്ടില്ല. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്. ആരാണ് ദിൽനയെയും ഐസക്കിനെയും രക്ഷിക്കാൻ വേണ്ടി വന്നത്? ഫയർമാൻ അല്ലേ. ഫയർമാനാണ് ദിൽനയെയും ഐസക്കിനെയും രക്ഷിക്കാൻ വേണ്ടി വന്നത്. ടൈംലി ഹെൽപ്പ് എന്ന് വെച്ചാൽ സമയോചിതമായ സഹായം. ദി ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമാൻ എന്താ ചെയ്തത്? ദിൽനയുടെ അമ്മയെ ചെക്ക് ചെയ്തു, എന്നിട്ട് അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് നൽകി. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ഒരാൾക്ക് ആപത്ത് സംഭവിച്ചാൽ അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ നൽകുന്ന വൈദ്യസഹായത്തിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ കൃത്രിമ ശ്വാസമോ എന്തെങ്കിലും നൽകിയിട്ടുണ്ടാവും. സ്ലോലി ഷീ ഓപ്പൺഡ് ഹെർ ഐസ്. പതുക്കെ അവരെന്താണ്, കണ്ണുകൾ തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അപ്പോൾ എന്താണ്, കുറച്ചും കൂടി നന്നായിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വെള്ളം നൽകി. മോം, ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. ഐസക് എന്താണ്, സന്തോഷം കൊണ്ട് ഉറക്കെ അമ്മയെ എന്ന് വിളിച്ചു. മോം, ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്, ദിൽന സെഡ്. അപ്പോൾ ദിൽന എന്താണ് പറഞ്ഞത്? അമ്മേ, ഈ ആളുകളാണ് നമ്മളെ രക്ഷിച്ചത്. താങ്ക് യു, ദി മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദി ഫയർമാൻ. അപ്പോൾ എന്താണ്, ദിൽനയുടെ അമ്മ ആ ഫയർമാനെ നോക്കി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, താങ്ക് യു, നന്ദി എന്ന് പറഞ്ഞു. വൺ ഓഫ് ദി ഫയർമാൻ സെഡ് ടു ദി മദർ, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. അപ്പോൾ അതിലത്തെ ഒരു ഫയർമാൻ എന്താ പറഞ്ഞത്? നിങ്ങളുടെ മകൾ ചെയ്തത് നല്ലൊരു കാര്യമാണ്, അവളാണ് യഥാർത്ഥ ഹീറോ. ദിൽന ഫെൽറ്റ് ഹാപ്പി. അത് കേട്ട ദിൽനയ്ക്ക് എന്താ, വളരെ സന്തോഷം തോന്നി. ആക്ച്വലി ഐ വാസ് സ്കേർഡ്, ദിൽന അഡ്മിറ്റഡ്. അപ്പോൾ ദിൽന എന്താണ് പറഞ്ഞത്? ശരിക്കും ഞാൻ ഭയന്നിരുന്നു എന്നവൾ സമ്മതിച്ചു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ഞാൻ എനിക്ക് അറിയാവുന്നത് ചെയ്തതേ ഉള്ളൂ എന്ന് ദിൽന പറഞ്ഞു.
ദി ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെയർ. അത് കേട്ട ഫയർമാൻ എന്താ ചെയ്ത് അവളെ ഒന്ന് തലോടി കൊടുത്തു. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്? ദിൽനയുടെ അമ്മ എഴുന്നേൽക്കാൻ വേണ്ടി എന്താണ് ഫയർമാൻ ചെയ്തത്? എന്താ നൽകിയത്? ഫസ്റ്റ് എയ്ഡ് അല്ലേ? ഫസ്റ്റ് എയ്ഡാണ് ദിൽനയുടെ അമ്മയ്ക്ക് ഫയർമാൻ നൽകിയത്. വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ? ദിൽന ഒരു ഹീറോ ആണെന്ന് ഫയർമാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? കാരണം എന്താണ്? ദിൽന അവളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ പേടിച്ചു നിൽക്കാതെ വേഗം എമർജൻസി നമ്പറിലേക്ക് വിളിച്ച് സഹായം ചോദിച്ചു അല്ലേ? അതും കൊണ്ടാണ് ഫയർമാൻ അവളെ ഒരു ഹീറോ ആണ് എന്ന് പറഞ്ഞത്. അവാർഡ് ഫോർ ബ്രേവറി, അതായത് ധൈര്യത്തിനുള്ള അവാർഡ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദി ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദി ഫയർ സ്റ്റേഷൻ. കുറച്ച് ദിവസത്തിനു ശേഷം ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. എന്തിനാ വിളിച്ചത്? ദിൽനയ്ക്ക് ഒരു അവാർഡ് നൽകാൻ വേണ്ടി. ഷീ ഡിഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. പക്ഷെ അവൾക്ക് സ്വയം ഒരു ഹീറോ ആയിട്ടൊന്നും തോന്നിയില്ല. ഷീ വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. അവളുടെ അമ്മയെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തത്. ആസ് ദേ ഫെൽ ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഐസക് ആൻഡ് സെഡ്. ഫയർ സ്റ്റേഷനിൽ നിന്നും വന്നതിന് ശേഷം ദിൽന എന്താ ചെയ്തത്? അവളുടെ അനിയനെ നോക്കി പറഞ്ഞു, യു നോ ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. നിനക്കറിയുമോ ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്? ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. നമ്മുടെ മുത്തശ്ശി പഠിപ്പിച്ചു തന്നതുപോലെ ഞാൻ നിന്നെയും പഠിപ്പിച്ചു തരാം. ഐസക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. താങ്ക്സ് ദിൽന, യു ആർ ദി ബെസ്റ്റ്. അപ്പം ഐസക് എന്താ പറഞ്ഞത്? ഐസക് ദിൽനയെ നോക്കി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, താങ്ക്സ് ദിൽന, യു ആർ ദി ബെസ്റ്റ്. ഈ ചിത്രം നോക്കൂ. ദിൽനയ്ക്ക് ഫയർ സ്റ്റേഷനിൽ വെച്ച് ഫയർമാൻ അവാർഡ് കൊടുക്കുന്നതാണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഡെബോറ ലിൻ എന്നൊരു ആളാണ്. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കൂ. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ? എന്തിനാണ് ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? എന്തിനാണ് വിളിച്ചത്? ദിൽനയ്ക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി. വൈ ഡിഡിൻ ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ? എന്തുകൊണ്ടാണ് ദിൽനയ്ക്ക് സ്വയം ഒരു ഹീറോ ആയിട്ട് തോന്നാഞ്ഞത്? കാരണം എന്താണ്? അവളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവളവിടെ കാണിച്ചത് അല്ലേ? കാരണം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളുടെ അമ്മേനെ രക്ഷിക്കേണ്ട ഒരു കടമ അവൾക്കുണ്ടായിരുന്നു. അത് കാരണം മാത്രമാണ് അവൾക്ക് ഒരു ഹീറോ ആയിട്ട് സ്വയം തോന്നാഞ്ഞത്. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദി സ്റ്റോറി? ഈ സ്റ്റോറിയിൽ നിന്നും നിങ്ങൾക്ക് പഠിച്ച പാഠം എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഭയപ്പെട്ട് നിൽക്കരുത്. നമുക്ക് എപ്പോഴും നല്ല കറേജ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. അത് വേണ്ട സമയത്ത് നമുക്ക് വേണ്ടതുപോലെ പ്രയോഗിക്കാനും കഴിയണം എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് പഠിക്കാവുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഈ ബിയോണ്ട് ഫിയർ എന്ന ഈ ഒരു ചാപ്റ്റർ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.